മഹാഗുരു ശരണം. ഇന്ന് 2025 മെയ് മാസം 18-ാം തീയതി ഞായറാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ഇന്നും നാളെയായിട്ടൊരു ചെറിയ യാത്രയിലാണ്. ഫോൺ എടുക്കാൻ സാധിക്കുമെന്നറിയില്ല, എങ്കിലും മെസ്സേജുകൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കും. കാര്യം 5 മണിക്കൂറോളം ട്രെയിൻ യാത്രയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ ചില എൻഗേജ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ വിളിച്ചാൽ എടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പില്ല കേട്ടോ, അത് ഞാൻ പറയുന്നു. വേറൊരു കാര്യം, എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവർ ദയവ് ചെയ്ത് ആദ്യം ആരാണോ കോണ്ടാക്ട് ചെയ്യുന്നത്, ആരുടെ കാര്യത്തിനെന്നുള്ളതല്ല, ചിലപ്പോൾ അച്ഛനും അമ്മയും മക്കളുടെ കാര്യത്തിന് ഇത് ചെയ്യും, അല്ലെങ്കിൽ വേറെ ആളുടെ ആവശ്യത്തിനായിരിക്കും മിക്കവരും കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ കോണ്ടാക്ട് ചെയ്യുന്ന ആളുടെ പേര്, വയസ്സ്, നക്ഷത്രം, ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം അറിയിക്കുക. അപ്പോൾ വിദേശത്താണെങ്കിൽ നാട്ടിലെ സ്ഥലം എവിടെയാണെന്ന് കൂടി അത് അറിയിക്കുക. അത് സേവ് ചെയ്തിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് അത് അറിയിച്ച് ഒന്ന് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അതുകൂടാണ്ട് കുറേയധികം ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചിലർ പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് പറയുന്ന വടയക്ഷി എന്ന് പറയുന്ന ഒരു സാന്നിധ്യമാണ്. വടയക്ഷി എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടുന്ന ഒരിതാണ് സെക്ഷൽ എനർജി. അപ്പോൾ അതിലെ അസംതൃപ്തമായ ഏതോ എനർജീസ്, അത് സാന്നിധ്യങ്ങൾ ഒന്നിച്ചുകൂടി അത് പുരുഷനിലും സ്ത്രീയിലും അത് സൂക്ഷ്മതലത്തിൽ പ്രാപിക്കുന്ന ഇത് സമ്പ്രദായം പലരും സംഭവിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സംഭവിച്ചിട്ടുണ്ട്, പ്രായഭേദമന്യേ. പ്രത്യേകിച്ച് പുരുഷന്മാർ ഒരു 15 വയസ്സിന് ശേഷം 20 വയസ്സിന് ശേഷമൊക്കെ ആയിരിക്കും അതിൻ്റെ വികാരം എന്നുള്ള അവസ്ഥയിൽ വരുമ്പോഴാണ് പുരുഷന്മാർക്ക്. സ്ത്രീകൾക്കാണെങ്കിൽ രജസ്വലയായതിനു ശേഷമായിരിക്കും ഈ ഒരവസ്ഥയിൽ. ഇതിങ്ങനെ ആകുമ്പോഴത്തേക്കും പലർക്കും പാനിക്കാകുന്നുണ്ട്. പേഴ്സണലി ഉള്ള പലരും ഫീഡ്ബാക്കും അല്ലാണ്ട് നേരത്തെയുള്ള കാര്യം. അപ്പോൾ അത് ഗന്ധർവം വന്നു, അല്ലെങ്കിൽ ബാധ കൂടി, അങ്ങനെ പല. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഗന്ധർവം വന്നു, അത് ഇതൊക്കെയാണെന്ന് വിശ്വസിക്കും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്താണെങ്കിൽ യക്ഷിയാണ്, അത് ഇതാണെന്നൊക്കെ വിശ്വസിക്കും. വേറൊരു മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ആ വികാരം ഇങ്ങനെ തോന്നലുകളായിട്ട് പോവുകയാണെന്നുള്ള വ്യാഖ്യാനവും വരും. എല്ലാം ശരിയാണ്, അനുഭവിക്കുന്നവർ അവരനുഭവിക്കുന്ന തലങ്ങൾ. അപ്പോൾ ഇതിന് പ്രതിവിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും എന്താണ് അനുഭവിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട്, എങ്ങനെയുള്ളപ്പോഴാണ്, എവിടെയെങ്കിലും പോകുമ്പോഴാണോ, ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥലത്തുള്ളപ്പോഴാണോ, ഏതെങ്കിലും ദിവസങ്ങളിലാണോ, ഇതൊക്കെ എന്നറിഞ്ഞിട്ട് മാത്രമേ ഇതിന് പ്രതിവിധി ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ 3-4 പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് പറഞ്ഞു, സാറേ സാറൊന്ന് ഇത് ചെയ്യണം. അത് പലരും നാണം കൊണ്ട് പുറത്ത് പറയാത്തതാണ്. അത് വിദേശത്തുള്ള ചില സുഹൃത്തുക്കൾ പോലും പറഞ്ഞു. കാര്യം ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം പലരും ചർച്ച ചെയ്തപ്പോൾ പലർക്കും ഈ അനുഭവത്തിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ പറയും വിദേശത്ത് അവർ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, ദമ്പതികളല്ല ആയിട്ടല്ല കഴിയുന്നതെന്ന് പറയും. പക്ഷേ ദമ്പതികളായിട്ട് കഴിയുന്നവർക്കും ഇതുണ്ട്. ഞാൻ പാലക്കാട്ടെ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ശക്തി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ സാന്നിധ്യം, എനർജി എന്ന് പറഞ്ഞാൽ എന്തോ സാന്നിധ്യം, സൂക്ഷ്മരൂപത്തിലുള്ള സാന്നിധ്യം പ്രവർത്തിക്കുന്നതാണ്. മനസ്സിലായത്? അപ്പോൾ മനുഷ്യൻ ഒരു അധ്യാപകൻ, മനുഷ്യനല്ല, എല്ലാ ജീവിവർഗങ്ങളും പ്രത്യേക ട്യൂഷൻ ഇല്ലാണ്ടോ ഇതില്ലാണ്ടോ പഠിക്കുന്ന ഒരു സമ്പ്രദായമാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അത് മനുഷ്യനിൽ അന്തർലീനമായിട്ടുള്ള ഒരു വാസനയാണ്. ഇത് തന്നെ പ്രകൃതിയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വിശദമാക്കാൻ പോയാൽ കുറേ ഉണ്ട്. അതായത് നിൽക്കട്ടെ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഉപാസനയൊക്കെ കഴിഞ്ഞു. 8:15 ട്രെയിനാണ്. ഉപാസനയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ഉപാസനയുടെ പുണ്യം നിങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു നൽകാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കും, നിങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും, നമ്മുടെ എല്ലാവരുടെ കുടുംബാംഗങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യം, സൽസന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭീഷ്ടവും നടക്കാൻ എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ ജോയിൻ ചെയ്ത് അവർക്ക് നല്ലൊരു വരുമാന മാർഗം ഉണ്ടായി അവർക്ക് ഉത്തമയായ സംസ്കാര സമ്പന്നമായ ജീവിത പങ്കാളി ലഭിക്കുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ് ആകട്ടെ, ജോലിയാകട്ടെ, അതിൽ ഉത്തരോത്തരം വരുമാന വർധനം ഉണ്ടാകാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ എല്ലാവർക്കും, അത് വീട്ടിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ, യാത്രകളിലാകട്ടെ, കുട്ടികളുടെ പഠന സ്ഥലങ്ങളിലാകട്ടെ,
പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താകട്ടെ, കുട്ടികൾ പഠനാവശ്യങ്ങളിലേക്കോ അല്ലാതെ ചെയ്യുന്ന യാത്രകളിലാകട്ടെ സമ്പൂർണ്ണ സുരക്ഷിതത്വം ലഭിക്കുവാനായിട്ട് ഞാൻ സങ്കല്പം ചെയ്യുന്നു. അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ സദാ സർവദാ സർവത്ര മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവീകമായ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുവാനും അതിൻ്റെ നൂറുമേനി പ്രതിഫലം 33 ദേവതകളിൽ നിന്നും, ത്രിമൂർത്തികളിൽ നിന്നും, ആദിപരാശക്തിയിൽ നിന്നും, പ്രപഞ്ചശക്തിയിൽ നിന്നും, ഗുരുപരമ്പരകളിൽ നിന്നും, നമ്മുടെ പിതൃക്കന്മാരിൽ നിന്നും നമുക്ക് തിരിച്ചു ലഭിക്കുവാൻ, അത് അനുഗ്രഹമായും സമൃദ്ധിയായും സന്തോഷമായും ആയുരാരോഗ്യ സൗഖ്യമായും ലഭിക്കുവാനായിട്ട് എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്യുന്നു. അതുപോലെ എല്ലാവരുടെയും വീട്ടിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, ബിസിനസ്സിൻ്റെ സ്ഥലത്താകട്ടെ സമാധാനം, സന്തോഷം, ഐക്യമത്യം, സമൃദ്ധി എന്നിവ ഉണ്ടാകണമെന്നും എല്ലാവരുടെയും ജീവിതം സുഖസന്തോഷപ്രദമാകണമെന്നും എൻ്റെ ഉപാസനാമൂർത്തികളോട് ഗുരുപരമ്പരകളോട് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.